കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷും സുധീഷും സുനന്ദയുടെ വീടിനരികിലുള്ള റോഡിലൂടെ പോകുമ്പോഴാണ് അവിടെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത് കാണുന്നത്. അമ്മാവന്റെ സംസാരത്തിലൂടെ അവരുണ്ടെന്നറിഞ്ഞ് സുനന്ദയും ജനലിലൂടെ വന്ന് നോക്കി നിൽക്കുമ്പോഴേക്കും സുഭാഷ് ഒരു നിമിഷം അവളെ നോക്കിക്കൊണ്ട് സുധീഷിനെയും വിളിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു നീങ്ങുകയാണ്. അവനോടായി സുഭാഷ് ഏട്ടാ, ശരിക്കും ഒരു തരിമ്പ് പോലും വിഷമമില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഈ നടക്കാൻ നോക്ക് സുധീഷ് എന്ന് സുഭാഷും. അല്ല, ഉണ്ടെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്, ഒരൊറ്റ സ്മോള്, മനസ്സ് റിലാക്സ് ആവുമെന്ന് സുധീഷ് പറയുമ്പോൾ കള്ളു കുടിച്ചിട്ടാണോ അവിടെ റിലാക്സ് ചെയ്യുന്നേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് സുഭാഷ്. ഒരെണ്ണം മതിയെന്ന് സുധീഷ് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല നീ ഇത് പതിവുണ്ടോന്ന് സുഭാഷ് ചോദിക്കുക. ഏയ് ഞാനൊന്നുമില്ല, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ വല്ലപ്പോഴും ഒരെണ്ണം ചെറുത് എന്ന് സുധീഷ് പറയുമ്പോ ഒറ്റ അടിയാ തരേണ്ടത്. ഇനി അങ്ങനെ എന്തായാലും ഉണ്ടായിന്ന് ഞാൻ അറിയട്ടെ, കൈയും കാലും അടിച്ച് ഞാൻ വീട്ടിലിടും. ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. പിന്നീട് രാത്രിയാവുമ്പോ അടുക്കളയിൽ പാചകത്തിലായിരുന്ന സുഭാഷ് സുനന്ദയെ പിന്നീട് കണ്ട കാര്യമെല്ലാം ഓർത്ത് ടെൻഷനോടെ ആലോചനയോടെ നിൽപ്പാ. എന്തോ അടുപ്പത്ത് പാചകത്തിനായി വെച്ച സുഭാഷിന്റെ നിൽപ്പ്. ഇവിടെ ഡൈനിങ് ഹാളിൽ ഒരു പഴയ ഫാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക സുധീഷും നികേഷും കൂടി. ഹരീഷ് അവിടെ മൊബൈൽ ചാർജ് ചെയ്യുക. അങ്ങോട്ട് വന്ന നിധി എന്തോ കരിയുന്ന മണം വരുന്നില്ല എന്ന് ചോദിക്കുമ്പോ അത് കഴിക്കാനുള്ള സമയമായപ്പോ ഹരീഷിന്റെ വയറു കരിയുന്ന മണമായിരിക്കുമെന്ന് സുധീഷ് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ഏട്ടത്തിയെ ഇംപ്രസ് ചെയ്യാനുള്ള തമാശയായിരുന്നു എന്ന് ഹരീഷും ചോദിക്കുക. അല്ല, അടുപ്പിൽ എന്തോ കരിയുന്നുണ്ടെന്ന് നിധി പറയുമ്പോ ശരിയാണല്ലോ പക്ഷേട്ടാ, എന്താ കരിയുന്നത് അവിടെയെന്ന് നികേഷും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കാമെന്ന് പറഞ്ഞ നിധി അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷ് അവിടെ ആലോചനയോടെ നിൽപ്പാ. അവൾ അടുപ്പിൽ വെച്ച പാത്രം നോക്കിക്കൊണ്ട് അയ്യോ സുഭാഷ് ഏട്ടാ, കരിയുന്നു എന്ന് പറയുന്നത് കേട്ട് ഞെട്ടി ഉണർന്ന അവനും പെട്ടെന്ന് സ്റ്റവിൽ വെച്ച പാത്രം പിടിക്കാനായി തുടങ്ങുമ്പോഴേക്കും അയ്യോ പൊള്ളുമെന്ന് നിധിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവനത് ഇറക്കി വെക്കുമ്പോഴേക്കും എന്താ കരിഞ്ഞെന്ന് ചോദിച്ച് സുധീഷും കൂട്ടരും അങ്ങോട്ട് എത്തുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് കണ്ടില്ല, തോരനടി പിടിച്ചതാ. പക്ഷെ മുകൾ ഭാഗത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് സുഭാഷ് പറയുമ്പോ സുധീഷ് അതിന്ന് കുറച്ചെടുത്ത് സ്വാദ് നോക്കിക്കൊണ്ട് നല്ല കരിഞ്ഞ സ്വാദുണ്ട് എന്ന് പറയുക. അയ്യോ ഞാൻ എന്നാ വേറെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ സുഭാഷ് വേറെ ഉണ്ടാക്കാനായി പോകുമ്പോഴേക്കും അതൊന്നും വേണ്ട, ഉള്ളത് മതി എന്ന് നീതി. അതെ, കറി ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് ചോദിക്കുമ്പോ പരിപ്പ് മുരിങ്ങയ്ക്കുക എന്ന് സുഭാഷും. അവൻ കറിയുടെ ടേസ്റ്റ് നോക്കുമ്പോഴേക്കും തുപ്പാനായി ഓടുന്നുണ്ട്. അവൻ തിരികെ വന്ന് കറിയിലേക്ക് ഉപ്പിട്ടതാണോ അതോ ഉപ്പിലേക്ക് കറി ഒഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോ കൂടുതലാ എന്ന് സുഭാഷും. എനിക്കൊന്നും വേണ്ട, കഴിച്ചിട്ട് വയ്യെന്ന് പറഞ്ഞ് അവൻ ചോറ് നോക്കുമ്പോഴേക്കും ചോറും ആകെ പായസമായിരുന്നു. ചോറിപ്പോ ആകെ വെന്ത് പായസം പോലെ ആയല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോ അത് തിളച്ച് താഴെ പോയപ്പോഴാ ഞാൻ കണ്ടതെന്ന് സുഭാഷും. അപ്പോഴാണ് സുഭാഷ് ഏട്ടാ, ചേട്ടൻ എന്താ പറ്റിയെന്ന് സുധീഷ് ചോദിക്കുന്നത്. അതെ, ഇന്ന് മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണല്ലോ എന്ന് നികേഷും. ഞാൻ വേണമെങ്കിൽ കുറച്ച് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാം എന്ന് സുഭാഷ് വീണ്ടും പറയുമ്പോ ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാനും ഹരീഷ് ചേട്ടനും പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം, അതാ നല്ലതെന്ന് നികേഷും പറയുന്നുണ്ട്. അതൊന്നും വേണ്ടെന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അത് മതി, നിങ്ങൾ പോയിട്ട് വാന്നും പറഞ്ഞ് സുഭാഷിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് സുധീഷ്. നാളെ സുനന്ദേച്ചിയുടെ നിശ്ചയമല്ലേ, അതിന്റെയാ എന്ന് നികേഷും നിധിയോടും ഹരീഷിനോടുമായി പറയുക. സുധീഷ് സുഭാഷിനെ പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോയി സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോ അറിയില്ലടാ, വന്നു കയറിയപ്പോ മുതല് ഒന്നിലൊരു ശ്രദ്ധയും കിട്ടുന്നില്ല എന്ന് സുഭാഷും. ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് സുഭാഷിനെ പിടിച്ചു വലിച്ച് അവിടെ മുറ്റത്തിട്ട ഒരു ബെഞ്ചിലേക്ക് ഇരുത്തുകയാ സുധീഷ്. പിന്നീട് അവന്റെ അരികിലേക്കായിരുന്ന് വേറെ ഒന്നും ആലോചിക്കണ്ട, ഒരു റൗണ്ട് വീശിയ എല്ലാ മൂടും മാറിക്കോളും എന്ന് പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ തലക്കിട്ടൊന്നും തരും ഞാൻ. എന്നോട് കുടിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ ഇപ്പോ എന്നെ കുടിപ്പിക്കാൻ നോക്കുന്നു എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ചേട്ടാ, നിങ്ങൾ ദിവസവും കുടിക്കാൻ പോകുന്നുണ്ടോ? ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് കുടിക്കാനാ? മനസ്സിന് നല്ല ആശ്വാസം കിട്ടുമെന്നേ. ചേട്ടൻ കുടിക്കാൻ നോക്കുന്ന സുധീഷ് വീണ്ടും പറയുമ്പോ നീ എന്ത് വർത്താ നീ പറയുന്നത്? അതൊന്നും എനിക്ക് വേണ്ടെന്ന് സുഭാഷും. എന്റെ ചേട്ടാ, ഈ അനിയൻ പറയുന്നൊന്നും കേൾക്ക്, ചെറുത് മതി ചെറുത് സുധീഷ് നിർബന്ധിക്കുമ്പോ എടാ അവരാരെങ്കിലും വന്ന് കാണുമെന്ന് സുഭാഷ്. ആരും വരില്ലെന്ന് പറഞ്ഞ് സുധീഷ് മുറ്റത്തൊരിടത്ത് ഒളിപ്പിച്ചു വെച്ച ബ്രാൻഡി കുപ്പിയും ഗ്ലാസും എടുത്ത് വരുമ്പോഴേക്കും എടാ അത് അച്ഛൻ എടുത്തു വെച്ചതാന്നാ തോന്നുന്നേ, അച്ഛൻ അറിഞ്ഞാ നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ സമാധാനത്തോടെ ഇരിക്കണ്ടേ ബ്രോ, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞവൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് ബ്രാൻഡി ഒഴിച്ച് സുഭാഷിന് കൊടുക്കുക. ഇത് പാടില്ല, ശരിയാവില്ല, ഞാൻ കുടിക്കില്ലെന്ന് പറഞ്ഞില്ലേ. വേണ്ട എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് തടയുന്നുണ്ടെങ്കിലും സുധീഷ് നിർബന്ധിച്ച് അവനെ കുടിപ്പിക്കുക. പിന്നീട് കുറച്ച് അച്ചാറും കൂടി കൊടുക്കുമ്പോഴേക്കും ഒന്നും അറിയുന്നില്ലല്ലോ, പച്ചവെള്ളം പോലെ ഉണ്ടെന്ന് സുഭാഷും. ഇതൊരു പുതിയ ബ്രാൻഡാ, വെള്ളം പോലെയേ തോന്നൂ. പക്ഷേ അകത്ത് ചെന്ന് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും സങ്കടങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഇല്ലാണ്ടായി തീരും. ഒരെണ്ണം കൂടി എടുക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോ എടാ അത് ശരിയാവില്ലെന്ന് സുഭാഷും. സുഭാഷ് ഏട്ടൻ ധൈര്യമായിരിക്കെന്ന് പറഞ്ഞ് ഒരു പെഗ് കൂടി കൊടുക്കുക സുധീഷ്. ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നേ, കുടിക്കങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും അവനെ കുടിപ്പിക്കുന്നുണ്ട്. അവൻ കുടിച്ചു കഴിഞ്ഞ് അച്ചാറ് തൊട്ട് നക്കുമ്പോഴേക്കും ഇപ്പൊ എന്തു തോന്നുന്നു സുധീഷും ചോദിക്കുക. അറിയില്ലടാ, പക്ഷേ വീട്ടിലേക്ക് വരുമ്പോ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമം ഇപ്പൊ ഇല്ല എന്ന് സുഭാഷ് പറയുമ്പോ ഇപ്പൊ എന്താണ് സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ തോന്നുന്നെന്ന് പറ, കേൾക്കാൻ ഞാനുണ്ടെന്ന് സുധീഷും. എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടടാ, അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിനക്കറിയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ സുഭാഷ് ഏട്ടാ എന്നോട് പറ, ഞാൻ കേൾക്കാം. സുഭാഷ് ഏട്ടൻ പറ അച്ചോടാന്ന് പറഞ്ഞ് വീണ്ടും
ഒരു പെഗ് കൂടി ഒഴിക്കുന്നുണ്ട് സുധീഷ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷ് തടഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് അവന് നേരെ നീട്ടിക്കൊണ്ട് ഇത് പിടിച്ചേ അടിച്ചേ അപ്പൊ ഒരു ഫ്ലോ ഒക്കെ വരും പിടിക്കെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവൻ അത് വാങ്ങിച്ച് കഴിക്കുക. അത് കുടിച്ചു കഴിയുമ്പോഴേക്കും 10ാം ക്ലാസ് എന്തായി, ഇഷ്ടം പറഞ്ഞോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് അവളോട് പറയണമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴേക്കും അവളുടെ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി. അവർ നാട് വിട്ടു പോയി. പിന്നെ ജോലിക്ക് പോകുന്ന ഒരു സ്ഥലത്തെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കറിയായിരുന്നു. അപ്പോൾ എനിക്കൊരു 20 വയസ്സാ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവളെയും കാണാതായി. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം അവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ബസ്സിൽ പോകുന്നതാ കണ്ടത്. അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്ന് ഞാൻ പിന്നീട് അങ്ങ് വിചാരിച്ചു എന്ന് പറഞ്ഞ് സുധീഷിനോട് വീണ്ടും ഒഴിക്കാനായി പറയുന്നു. സുധീഷ് ഒരു ഗ്ലാസ് നിറച്ചും ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും സുഭാഷും അത് വലിച്ചു കുടിച്ചോണ്ട് അതിനുശേഷമാ സുനന്ദ വന്നത്. വളരെ നല്ല കുട്ടിയാ അവള്. അവളെ ഇഷ്ടമാണെങ്കിലും അവളുടെ വീട്ടുകാരുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് ഞാൻ അവളോട് ആ ഇഷ്ടം കാണിച്ചില്ല. പക്ഷെ അവളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്നെ തേടി വന്നിരുന്നു. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിങ്ങൾ പറഞ്ഞിടത്തെല്ലാം പെണ്ണ് കാണാൻ പോയി. ഓരോ തവണയും ബന്ധം ഉറച്ചില്ല എന്നറിയുമ്പോൾ അവളുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കം ഞാൻ കാണാറുള്ളതാ. അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു, ഇവളാണ് ശരിക്കും നിന്റെ പെണ്ണെന്ന്. നിന്റെ കല്യാണ റിസപ്ഷന്റെ അന്ന് പകലാ അവൾ എന്നോടുള്ള ഇഷ്ടം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അന്ന് മുതലേ എന്റെ മനസ്സിൽ അവള് മാത്രമായിടാ. എടാ അവള് വരാതിരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു കല്ലെടുത്തു വെച്ച് പോലെയാ. എന്നിട്ടും ഞാൻ അവളോട് ഇങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞു. എല്ലാത്തിനും കാരണം അവളുടെ അച്ഛൻ ഒരുത്തനാ ഇന്ന് സുഭാഷ് ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കേ കുപ്പി നോക്കിക്കൊണ്ട് പച്ചവെള്ളം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. വരട്ടെ വരട്ടെ എന്ന് സുധീഷും. സുഭാഷ് സുധീഷിന്റെ നേരെ തിരിഞ്ഞേടാ പറയടാ, ആരാടാ റാസ്കൽ? എനിക്കെന്താടാ ഒരു കുറവുള്ളത്? ഈ വീടിന് എന്താടാ ഒരു കുറവുള്ളത്? പറയടാ, എനിക്കറിയണം പറയാൻ എന്നൊച്ചെടുക്കുന്നത് കേൾക്കേ ശബ്ദം കേട്ട് നിധിയും ഹരീഷും നികേഷും എല്ലാം മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എനിക്കെന്താടാ അവളെ നന്നായിട്ട് നോക്കാൻ അറിയില്ലേ? സുനന്ദ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സന്തോഷമായി ജീവിക്കാൻ പറ്റില്ലെന്ന് ആരാടാ പറഞ്ഞേ? ആ വൃത്തികെട്ടവരുടെ വൈരാഗ്യം കൊണ്ട് ആ പാവത്തിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണം കഴിക്കേണ്ട അവസ്ഥയായി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് നിധിയും കൂട്ടരും അങ്ങോട്ട് എത്തുകയാ. സുഭാഷ് അപ്പോഴേക്കും കുഴഞ്ഞു വീഴാനായി തുടങ്ങിയിരുന്നു. സുഭാഷ് ഏട്ടാ എന്താ പ്രശ്നമെന്ന് നിധി ചോദിക്കുമ്പോ ആ നിധി നോക്കടാ നിധി എന്ന് സുധീഷിനോടായി ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് മോളെ നീ ഇവിടെ വന്ന് കയറിയപ്പോഴാ നിന്റെ പേരിന് ശരിക്കും ഒരു വിലയുണ്ടായത്. നീ ഈ വീടിന്റെ നിധി തന്നെയാ മോളെ, നിധി എന്ന് നാവുകുഴഞ്ഞ് സുഭാഷ് പറയുന്നുണ്ട്. ഇമ്മാതിരി ഒരു വീട്ടിലേക്ക് നീ വന്ന് കയറിയത് ഈ ജന്മം ഞങ്ങൾ ചെയ്ത പുണ്യം കൊണ്ടല്ല, കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യം കൊണ്ടാ. മോള് വീട്ടിലേക്ക് പോയി അകത്ത് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞവൻ ആടിക്കുഴഞ്ഞു വീഴാൻ പോകുമ്പോഴേക്കും സുധീഷ് അവനെ പിടിക്കുക. സുഭാഷും അവനെ ചേർത്ത് പിടിച്ച് ഇത് സുധീഷ് നല്ല മിടുക്കം പയ്യനാ, മോള് പോയിക്കോ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്ക് എന്താ സുധീഷ് ഏട്ടൻ ഇവിടെ കാണിക്കുന്നേ? സുഭാഷ് ഏട്ടന് മദ്യം കൊടുത്തോ? ഇതൊന്നും ശീലമില്ലാത്ത ആളാണെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്കെന്ന് ഹരീഷ് ചോദിക്കുമ്പോ സുഭാഷും അവനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവനെ ചീത്ത പറയല്ലേ, അവന്റെ തെറ്റല്ല ഞാൻ, ഇവൻ പാവം, ചീത്തയൊന്നും പറയല്ലേ കേട്ടോ എന്ന് സുഭാഷ് പറയുമ്പോ എന്തിനാ ഇയാളിത് ചെയ്തേ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. സുധീഷും ദേഷ്യത്തോടെ ഡാ ഒന്നടങ്ങ്, ഒരു മിനിറ്റ് അവിടെ മിണ്ടാതിരിക്കെ. സുഭാഷ് ഏട്ടാ വാ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ നോക്കിയാ സുധീഷ്. സുഭാഷും ഹരീഷിനോടായി ഇതേ ഇനി അടിയും വഴക്കൊന്നും വേണ്ട കേട്ടോടാ എന്ന് പറയുമ്പോഴേക്കും ആടിക്കുഴഞ്ഞോണ്ട് നിൽക്കുന്ന സുഭാഷിനെ വിളിച്ചോണ്ട് പോവുകയാ സുധീഷ്. അവിടെയുള്ള ബെഞ്ചിൽ കൊണ്ടിരുത്തി 2 കാലി ബ്രാൻഡി കുപ്പിയുമായി അവരുടെ മുന്നിലേക്ക് വന്ന് സുധീഷും ഞാൻ സുഭാഷ് ഏട്ടനെ കുടിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ഡാ വഴക്ക് പാടില്ല എന്ന് സുഭാഷും വിളിച്ചു പറയുകയാ. വഴക്കൊന്നുമില്ലെന്ന് സുധീഷ് സുഭാഷിനോടായി പറയുമ്പോഴേക്കും അപ്പോ ഇതോ എന്ന് ഹരീഷും അവന്റെ കയ്യിലുള്ള കുപ്പി ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. കുടിച്ചു നോക്കെന്ന് പറഞ്ഞ് അതിൽ കാൽഭാഗമുള്ള കുപ്പി കൊടുക്കുമ്പോഴേക്കും എനിക്കൊന്നും വേണ്ടെന്ന് ഹരീഷും. അല്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുധീഷ് ആ ബോട്ടിൽ നിന്നും കുറച്ച് കുടിച്ചോണ്ട് ഇതേ വെള്ളമാ, കുടിച്ചു നോക്കെന്ന് പറഞ്ഞ് ഹരീഷിന് കൊടുക്കുമ്പോഴേക്കും അവനും അത് കുടിച്ചു നോക്കിയാ. വെള്ളമാണെന്ന് ഹരീഷ് സമ്മതിക്കുമ്പോ ഡാ മണത്ത് നോക്കടാന്ന് നികേഷിനോടും പറയുന്നുണ്ട് സുധീഷ്. മണമൊന്നുമില്ലെന്ന് നികേഷും. അപ്പോഴാണ് തന്റെ കയ്യിലെ മറ്റേ കുപ്പി കൊടുത്തുകൊണ്ട് തുറന്ന് മണത്ത് നോക്കാനായി ഹരീഷിനോട് പറയുക സുധീഷ്. അവനത് തുറന്ന് മണത്ത് നോക്കുമ്പോഴേക്കും ആദ്യം സഹിക്കാനാവാതെ മുഖം തിരിക്കുക. ഇതെന്താന്ന് സുധീഷ് ചോദിക്കുമ്പോ മദ്യമെന്ന് ഹരീഷും. അത് നികേഷിനെയും മണപ്പിച്ച് മൂടി വെച്ച് 2 കുപ്പിയും ഉയർത്തിപ്പിടിച്ച് ഇത് വെള്ളം, ഇതിന്റെ പേരാണ് വൈറ്റ് റം, മനസ്സിലായോ? സുഭാഷ് ഏട്ടനെ ഈ വെള്ളം കുടിച്ചിട്ട് വെളിവ് പോയിരിക്കുകയാണ് ആവാം എന്ന് പറഞ്ഞ് സുധീഷ് ചിരിക്കുമ്പോ അതെങ്ങനെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ മനസ്സാ ഫിറ്റായിരിക്കുന്നത്, കഴിച്ചത് മദ്യമാണെന്നുള്ള വിശ്വാസം, പിന്നെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അപ്പോ പച്ചവെള്ളം കുടിച്ചിട്ടാണോ ഈ കിടന്ന് കാണിക്കുന്നേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും എടാ ഞാനാ കുടിച്ചത് അവനല്ലെന്ന് വിളിച്ചു പറയുകയാ. അതെ സുഭാഷ് ഏട്ടനാ കുടിച്ചെന്ന് ചിരിയോടെ നികേഷും പറയുകയാ. അപ്പോഴേക്കും സുഭാഷും സുധീഷിനെ വിളിക്കുക. സുധീഷ് അങ്ങോട്ട് ചെന്ന് എന്താ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുമ്പോ എനിക്കെന്തോ ഒരുമാതിരി തോന്നുന്നടാ എന്ന് സുഭാഷ് പറയുമ്പോ അതെ അടിച്ചത് ഇത്തിരി കൂടിപ്പോയി അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ആകെ കുഴഞ്ഞിരിക്കുന്ന സുഭാഷിനെ അവൻ താങ്ങിയെടുക്കുക. ആടിക്കുഴഞ്ഞു നടക്കുന്ന സുഭാഷിനെയും തോളത്തിട്ട് സുധീഷ് നടന്നു വരുമ്പോഴേക്കും സുഭാഷും നാവ് കുഴഞ്ഞു വിളിക്കുന്നുണ്ട് ഹരീഷേ നികേഷേ വാടാ എനിക്ക് എന്റെ അനുജന്മാരെ എല്ലാം വേണമെന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും നികേഷും ഹരീഷും എല്ലാം ചെന്ന് താങ്ങുകയാ. സുഭാഷ് നിധിയോടായി നിധി അകത്ത് പോ
മഞ്ഞു കൊള്ളണ്ട, പനി വരും എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും നികേഷും ഹരീഷും കൂടി അവനെ താങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കാണേ സുധീഷും നിധിയോടായി പറയുന്നുണ്ട്, കണ്ടില്ലേ പാവം, ഇത്രയുള്ളൂ സുഭാഷ് ഏട്ടൻ, ഇന്നെന്തായാലും മനസ്സ് വിട്ട് ഉറങ്ങിക്കോളുമെന്ന്. ഇയാൾ പോയി ഉറങ്ങിക്കോ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉറക്കമില്ല, ശിവരാത്രിയാ. ശരിയെന്ന് പറഞ്ഞ് സുധീഷും വീട്ടിലേക്ക് പോവുകയാണ്. ചിരിയോടെ ഒരു നിമിഷം നോക്കി നിന്ന് നിധിയും വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ഡൈനിങ് ഹാളിൽ ഇരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സുധീഷിനോടായി അങ്ങോട്ട് വന്ന നികേഷ് ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് സുധീഷും. ഞായറാഴ്ച എന്താ, റോഡുകൾ അടച്ചിടുന്ന ദിവസമാണോ? നികേഷിന്റെ ചോദ്യം കേട്ട് സുധീഷും ദേഷ്യത്തോടെ അവനെ നോക്കുക. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് നികേഷ് പറയുമ്പോ വേണ്ട വേണ്ട, നീ അതിന് മാത്രമായിട്ടില്ല കേട്ടോ എന്ന് സുധീഷും. ഞായറാഴ്ചയല്ലേ, ആളുകൾ വണ്ടി വാടകയ്ക്ക് എടുക്കുന്ന ദിവസമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ, അല്ലാതെ പണിയെടുപ്പിക്കാൻ വന്നതൊന്നുമല്ലെന്ന് നികേഷ് പറയുമ്പോ അങ്ങനെ വേണം ചോദിക്കാൻ, വേണ്ടി വന്ന ഫോൺ വരും, അപ്പൊ ഞാൻ പൊക്കോളാമെന്ന് സുധീഷും. അപ്പോഴാണ് സ്പീക്കറിലൂടെ പാട്ട് ഉയർന്നു കേൾക്കുന്നത്. ഇന്ന് സുനന്ദേച്ചിയുടെ നിശ്ചയമല്ലേ, അവിടുന്നാ എന്ന് നികേഷ് പറയുമ്പോ ഓ, നമ്മൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ഉയർത്തി വെച്ചതായിരിക്കും പോളി ആശയങ്ങള് എന്ന് സുധീഷും പറയുന്നുണ്ട്. അവിടെ ഉമ്മറത്തിട്ട കട്ടിലിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് സുഭാഷ്. സുനന്ദ തന്നോട് ഇഷ്ടം പറഞ്ഞതെല്ലാം അവൻ ഓർത്തെടുക്കുക. എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ തുറന്നു പറഞ്ഞതും കല്യാണം ഉറപ്പിച്ചതറിഞ്ഞ് അവൾ തന്നെ കെട്ടിപ്പിടിച്ചതെല്ലാം ഓർക്കെ അവന്റെ കണ്ണും നിറയുകയാ. പാട്ടിന്റെ ബഹളമെല്ലാം കേട്ട് നിധിയും സുധീഷിന്റെയും നികേഷിന്റെയും അരികിലേക്ക് വന്ന് എന്ത് ശബ്ദമായി ഇതെന്ന് ചോദിക്കുമ്പോ മനഃപൂർവ്വമാ, സുനന്ദയുടെ വീട്ടിൽ നിന്നാ, ഇവിടെ നിശ്ചയമാണെന്ന് നമ്മളൊക്കെ അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ടാന്ന് സുധീഷും. നിധി അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ സുഭാഷ് ഏട്ടനെ കാണുന്നില്ല. അവൾ തിരികെ വന്ന് സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോ അടുക്കളയിൽ ഇല്ലെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞ് നിധി ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ കട്ടിലിൽ സങ്കടത്തോടെ ഇരിക്കുന്ന സുഭാഷിനെയാണ് കാണുന്നത്. നിധി അവന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.